പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 ഹോം സയൻസ് ഈ വരുന്ന 2025 മാർച്ചിൽ ഓൺ ഡിമാൻഡായിട്ടും അതേപോലെ തന്നെ 2025 ഏപ്രിൽ നോർമൽ എക്സാമായിട്ടും പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ കുറിച്ചിട്ടാണ്. ഹോം സയൻസിന് എത്ര മാർക്കാണ് പ്രാക്ടിക്കൽ വരുന്നത്, അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വീഡിയോകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 20 മാർക്കാണ് ഹോം സയൻസിന് വരുന്നത്. ആ 20 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് PCP ക്ലാസ്, പേഴ്സണൽ കോണ്ടാക്റ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ആ ക്ലാസ് നടത്താത്ത സെൻറ്റർ ആണെങ്കിൽ 20 മാർക്കിൽ തന്നെ ആയിരിക്കും എക്സാം നടത്തുക. PCP ക്ലാസ് നടത്തിയ സെൻറ്ററിൽ 10 മാർക്ക് നിങ്ങളുടെ ക്ലാസ്സിന് പങ്കെടുത്തതിന് കിട്ടും. ബാക്കി വരുന്ന 10 മാർക്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡും അതേപോലെ തന്നെ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പറും ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റെക്കോർഡിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PCP ക്ലാസ്സിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്ലാസ് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നിന്ന് ഇഷ്ടമുള്ള എക്സ്പെരിമെൻറ്റുകൾ, കുറച്ച് 8-10 എക്സ്പെരിമെൻറ്റുകൾ എടുത്ത് എഴുതാവുന്നതാണ്. അതിൽ പിക്ചർ വരക്കണം. റെക്കോർഡ് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴാണ് കൊണ്ടുപോകേണ്ടത്. മാർച്ച് 17-നും 20-ൻ്റെ ഇടയിലാണ് നമുക്ക് ഹോം സയൻസിൻ്റെ എക്സാം വരുന്നത്. അത് എന്നാണെന്നുള്ളത് കറക്റ്റ് ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ സെൻറ്ററിലേക്ക് വിളിച്ച് അന്വേഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 17-ാം തീയതിയാണോ 18-ാം തീയതിയാണോ 19-ാം തീയതിയാണോ ഹോം സയൻസ്, അതിൻ്റെ സമയം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാൻ കഴിയും. പ്രാക്ടിക്കൽ എക്സാം നിങ്ങളുടെ NSൻ്റെ ID കാർഡിലുള്ള സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 മാർക്കിൽ നമ്മൾ റെക്കോർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് അവർ ടെസ്റ്റ് പേപ്പർ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. സാധ്യതയുള്ള കഴിഞ്ഞുപോയ വർഷങ്ങളുടെ അനുഭവങ്ങളുടെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. ഒരു സെൻറ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല അടുത്തൊരു സെൻറ്ററിൽ ചോദിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികൾ 17-ാം തീയതി ഏതെങ്കിലും സെൻറ്ററിൽ എക്സാം നടന്നാൽ 18-ാം തീയതി നടക്കുന്ന സെൻറ്ററിലേക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻ വിളിച്ച് ചോദിക്കും. അതുകൊണ്ട് കാര്യമില്ല, കാരണം ക്വസ്റ്റ്യൻ തീരുമാനിക്കുന്ന ആ സെൻറ്ററിലുള്ള അധ്യാപകരാണ്. അപ്പോൾ ഒരു സെൻറ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അടുത്ത സെൻറ്ററിൽ ചോദിക്കില്ല. സോ ക്വസ്റ്റ്യൻസ് മാറ്റങ്ങൾ വരും. അപ്പോൾ എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചില സെൻറ്ററിൽ അവർ വൈവ നടത്തുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ ചോദിക്കലും ഉണ്ടായിരിക്കും. എഴുത്ത് പരീക്ഷയ്ക്ക് നമ്മൾ റെക്കോർഡ് ബുക്കിൽ എഴുതിയത് മുഴുവൻ ടെസ്റ്റ് പേപ്പർ നടത്തൂല, ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ഇന്ന് പറയാം. പ്രിസർവ് സീസണൽ ഫുഡാണ്. നമ്മൾ പ്രാക്ടിക്കൽ എക്സാം എഴുതുമ്പോഴും റെക്കോർഡിൽ എങ്ങനെ എഴുതിക്കണോ അതേ രീതിയിൽ തന്നെ എഴുതുന്നത് ഏറ്റവും നന്നായിരിക്കും. റെക്കോർഡിൽ നമ്മൾ ഹെഡിങ് എഴുതും, അതേപോലെ തന്നെ എയിം, ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്, ടൂൾസ്, ടെക്നിക്സ്, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആ റെക്കോർഡിൽ എഴുതി അതേ രീതിയിൽ എഴുതുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടും. റെക്കോർഡിൽ പലരും ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിട്ടുണ്ടാകുക, കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണ്, അപ്പോൾ അതിൻ്റെ ബാക്കുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ റെക്കോർഡ് ഇംഗ്ലീഷിലായിരിക്കും. ചില വിദ്യാർത്ഥികൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാകും. റെക്കോർഡ് നിങ്ങൾ ഇംഗ്ലീഷിലായിക്കോട്ടെ പ്രാക്ടിക്കലായിക്കോട്ടെ, പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് ഏത് ഭാഷയിലും എഴുതാം. ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷിൽ റെക്കോർഡ് എഴുതി പ്രാക്ടിക്കൽ എക്സാം മലയാളത്തിൽ എഴുതാം, നമുക്കറിയുന്ന രീതിയിൽ. പക്ഷേ അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും. എയിം, ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുമല്ലോ, അത് നമ്മൾ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ട്. അതേ രീതിയിൽ എഴുതുകയാണെങ്കിൽ കൂടുതൽ മാർക്കുണ്ട്. പ്രിസർവ് സീസൺ ഫുഡ്, സീസൺ ഫുഡുകളെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സീസൺ ഫുഡിൽ എല്ലാതും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സീസൺ ഫുഡിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അച്ചാർ, ജാം, സ്ക്വാഷസ്, അതേപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അച്ചാർ തന്നെ എടുത്ത് ഒരുപാട് ടൈപ്പ് അച്ചാറുകൾ നമുക്കറിയാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള നാരങ്ങ അച്ചാർ ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും. പക്ഷേ ഏതാ ചോദിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അച്ചാർ ഉണ്ടാക്കുന്ന എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് അവർ തന്ന അച്ചാർ തന്നെ എഴുതാൻ പറയുകയാണെങ്കിൽ അതെന്ന് തന്നെ എഴുതണം. അപ്പോൾ 1 കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ, 1 കിലോഗ്രാം മാങ്ങ എടുക്കുകയാണെങ്കിൽ, 1 കിലോഗ്രാം മാങ്ങ എടുക്കുകയാണെങ്കിൽ, നാരങ്ങ എടുക്കുകയാണെങ്കിൽ അതിക്ക് എത്ര ഇൻഗ്രീഡിയൻസ് വേണം, എത്രത്തോളം കണ്ടൻറ്റ് വേണം, അതിലേക്ക് എത്രത്തോളം മുളക് പൊടി വേണം, അച്ചാർ പൊടി എത്ര വേണം, അതേപോലെ തന്നെ നല്ലെണ്ണ എത്ര വേണം, ഉപ്പ് എത്ര ചേർക്കണം, വിനാഗിരി എത്ര ചേർക്കണം, ഇതൊക്കെ ഒരു കണക്ക് വേണം. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ലേഡീസിനൊക്കെ ആകുമ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന വീട്ടിൽ ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കും, അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതും. ബോയ്സ് ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ കിട്ടില്ല. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാങ്ങ കട്ട് ചെയ്യുന്നതും
അത് വേവിച്ചെടുക്കുന്ന കാര്യങ്ങളും നാരങ്ങയാണ് ഒന്ന് വാട്ടിയെടുക്കുന്ന ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. നാരങ്ങ അച്ചാറായിക്കോട്ടെ, മാങ്ങയാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും, അതേപോലെ തന്നെ മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറുണ്ടായിരിക്കും അല്ലേ. മാങ്ങയും നാരങ്ങയും ബീട്രൂട്ടും ക്യാരറ്റും ഇതൊക്കെ പാടെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറുകളും പലയിടത്തും നടത്തും. അത് മിക്സഡ് വെജിറ്റബിൾ ആയിരിക്കും. അതേപോലെ തന്നെ സാൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ അച്ചാർ ഉണ്ടാകുന്നത്. ചില സ്ഥലത്ത് എന്തുണ്ടാവും, ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷുഗർ ആകുമ്പോൾ നമ്മൾ സാൾട്ടിൻ്റെ സ്ഥാനത്ത് ഷുഗർ ചേർത്താൽ മതി. ഈത്തപ്പഴ അച്ചാറാണ്, മുന്തിരി ആണെങ്കിലൊക്കെ ചില ആളുകൾ അവിടെ മധുരം ചേർക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അച്ചാറിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അത് നമ്മൾ അച്ചാർ എന്ന് പറയുമ്പോൾ ഒരു കിലോഗ്രാമൊക്കെ എത്ര വേണം, എത്രയാണ് നമ്മൾ 1 കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് എത്ര വെള്ളം വേണം, വിനാഗിരി വേണം, ഇതൊക്കെ കണക്ക് കറക്റ്റ് ഓർഡറിൽ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിരിക്കും. അത് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്ന രീതികളൊക്കെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് സാധ്യത നമുക്ക് സീസണൽ ഫുഡിൽ നമുക്ക് അച്ചാർ ഏതെങ്കിലും ഒരു ഐറ്റംസ് ചോദിക്കാൻ സാധ്യത, അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ലെമൺ ജ്യൂസ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന, ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് നാരങ്ങ വീണിട്ട് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതിൽ ലൈം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ലൈം ആകുമ്പോൾ നമുക്കതിലേക്ക് എന്ത് വേണം, നാരങ്ങ മാത്രം പോരാ, ഇഞ്ചി ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ലൈം എങ്ങനെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സർബത്ത് എങ്ങനെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ജ്യൂസ് എങ്ങനെ ഉണ്ടായിരിക്കാം. ഇവിടെയൊക്കെ 1 കിലോഗ്രാം ആപ്പിളാണെങ്കിൽ അതിൽ എത്ര വെള്ളം ചേർക്കണം. ചിലത് നമ്മൾ മിൽക്ക് ഉപയോഗിച്ചിട്ടൊക്കെ ജ്യൂസ് അടിക്കുന്ന ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ മിൽക്ക് എത്ര വേണം, മിൽക്കില്ലാതെ അടിക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിളൊക്കെ ആകുമ്പോൾ മിൽക്കില്ലാതെ നമുക്ക് അടിക്കാവുന്നത്. അപ്പോൾ ഷമാമൊക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ മിൽക്ക് ഉപയോഗിച്ച് അടിക്കുന്ന മിൽക്ക് നമ്മൾ ചേർക്കുമ്പോഴാണ് അത് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 1 കിലോഗ്രാമിലേക്ക് എത്ര പഞ്ചസാര വേണം, പാൽ എത്ര വേണം, വെള്ളം എത്ര വേണം, അതെങ്ങനെയാണ് തയ്യാറാക്കുന്ന രീതികൾ എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അല്ലെങ്കിൽ സ്ക്വാഷസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ജാം ഉണ്ടാക്കുന്നത്, ആപ്പിൾ ജാം, പൈനാപ്പിൾ ജാം, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ചട്നികൾ ഉണ്ടാക്കുന്നത്, വീട്ടിലൊക്കെ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കും, ചട്നി ഉണ്ടാക്കും, ചമ്മന്തി ഉണ്ടാക്കും. ഓക്കെ, തേങ്ങ പല ടേസ്റ്റിലാണ് പല വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അച്ചാറാകാം, ജ്യൂസ് ഐറ്റങ്ങളാകാം, സ്ക്വാഷസ് ആകാം, ഇതുപോലെ ചമ്മന്തി, ചട്നികൾ ഐറ്റംസ്, ഇതൊക്കെയാണ് നമ്മൾ സീസണൽ ഫുഡ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ റെക്കോർഡ്, പ്രാക്ടിക്കൽ എക്സാം എഴുതുമ്പോൾ തന്നെ ഒബ്ജക്റ്റീവ് എയിം ഇതാണ്, ടു പ്രിസർവ് സീസണൽ ഫുഡ്, അതിൻ്റെ മെത്തേഡ്, പ്രൊസീജിയർ, ഇതൊക്കെ കറക്റ്റ് എഴുതിയിട്ട് വേണം എഴുതണം. അത് മലയാളത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ എഴുതിക്കോളൂ, ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്നില്ല. ഓക്കെ, എക്സാം നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, മലയാളത്തിൽ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം, നന്നായിട്ട് എഴുതണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ചിലപ്പോൾ സാധ്യത ഉണ്ടാവും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. തുടർന്നുള്ള വീഡിയോയിൽ നമ്മളെ ക്ലാസ് ലഭിക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.